ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് ഇതുപോലെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോള ഇട്ട് കൊടുക്കാം. ചെറിയൊരു സവോള ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവോള മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ക്യാരറ്റ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു പകുതി ക്യാപ്സിക്കം, ഇത്രയും ഞാൻ ചെറിയ ഹോളിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സവോള ചെറുതായിട്ട് ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കവും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ മയോണൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരക്കപ്പ് അളവിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 125 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് മയോണൈസ് ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം തന്നെ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു എരിവിന് വേണ്ടി ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മണത്തിന് വേണ്ടി ഗരം മസാലപ്പൊടിയും 1/4 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതും നന്നായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരാനായിട്ട് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികു ഭാഗമൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഇത് മുഴുവനെ തന്നെ എടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്ത് ഇതുപോലൊരു ബോർഡിലേക്ക് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് വെച്ച് കൊടുക്കാം. ബ്രെഡ് ഇത്ര എണ്ണം എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2-3 സ്പൂണ് നിറയെ ഈ ഒരു കൂട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ വേറൊരു ബ്രെഡ് അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള മുഴുവൻ ബ്രെഡും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ അരിപ്പൊടിയും അരക്കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ചെറിയൊരു ഉപ്പിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഇതിലേക്കൊന്ന് മുക്കിയെടുത്ത ശേഷം ഒരു പ്ലേറ്റിൽ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അരിപ്പൊടിയിൽ മുക്കിയെടുത്ത ആ ഒരു ബ്രെഡ് ഇതിലേക്കും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതിലെല്ലാം മുക്കിയെടുത്തതിന് ശേഷം നേരെ ആ ഒരു ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ് തയ്യാറായി കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ ഓരോന്നോരോന്നായി എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ചൂടായി വന്ന ആ ഒരു എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുത്ത ശേഷം ഉടനെ തന്നെ ഞാനതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചു നേരം ഇതുപോലെ വേവിച്ചെടുത്ത ശേഷം ഒന്നുകൂടി ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലാക്കരുത്, മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇത് വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. എന്നാലും ആ ഒരു ഫ്ലെയിമിൽ മാറ്റം വരുത്തരുത്. അതുപോലെ തന്നെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ഇത് ഫ്രൈ ചെയ്തെടുക്കാനായി ഒരുപാട് എണ്ണയൊന്നും വേണ്ട. അതുപോലെ തന്നെ എണ്ണ ഒരുപാട് കുടിക്കുകയില്ല. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രത്തോളം ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉള്ളിലൊക്കെ നല്ലൊരു ഫില്ലിങ്സ് ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.